ഞാൻ പറയുമ്പോ നിർത്താ പോരെ? ഇതാവുമ്പോ ഉമ്മമാക്ക് ഉമ്മ ഇവിടെ ഇരിക്കാം. നമുക്കേ തൽക്കാലം നമുക്ക് പാകത്തിന് ഒരുങ്ങിയൊരു വണ്ടി എടുക്കാം. അങ്ങനെ വണ്ടീൻ്റെ പേപ്പർ വർക്കൊക്കെ വാങ്ങിക്കണേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നലെയാണ് ഈ ഒരു പരിപാടിക്ക് പോകാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിനി. പിന്നെ മിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും മാറ്റിയിട്ട് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് ഇറങ്ങണത്? നമ്മൾ കൂട്ടിയെടുക്കാനോ ടി വി എടുക്കാനോ പോവുകയാണ്. അതായത് നമ്മളെ വണ്ടി കയറുന്നിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായി കയറുന്ന നന്നാക്കിക്കൊണ്ടു. 4-5 ദിവസം ഒന്നല്ല, 4-5 മാസം എന്ന് പറഞ്ഞാലും പോരാ. അല്ല, നമുക്ക് ഓട്ടാൻ പറ്റാത്ത രീതിക്കായത്. അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും പോണത് ഇമ്മാക്ക് ഒരു സ്കൂട്ടി എടുക്കണം. ഞങ്ങൾ എല്ലാവർക്കും പാടെ ഓട്ടിക്കളിക്കാനാണ്. അതിൽ ഇമ്മാൻ്റെ ഒന്ന് ഉൾപ്പെടും, അതായത് ഇമ്മാക്ക് പഠിക്കണതും പാടൊന്ന് ഉൾപ്പെടും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മമാക്ക് ഒരു ടി വി എടുക്കണം. കുറേ നാളായി ഇമ്മമ്മ പറയണേ ഇമ്മമാക്ക് ഒരു ടി വി ആണെന്ന്. ഏറ്റവും ഒരു വില കുറവ് ഇമ്മമാക്ക് ഏതായാലും വേണ്ടില്ല. അതിലൊന്ന് നല്ലൊരു വാർത്ത എന്തെങ്കിലുമൊക്കെ കേൾക്കാമല്ലോ. അത് ഇങ്ങനെ കുത്തിരിക്കല്ലേ, ഫോണ് ഞങ്ങൾ പറഞ്ഞാണ് ഗൈസ്, ഞങ്ങളൊരു ഫോൺ പഠിച്ചോന്ന്. പക്ഷെ ഉമ്മമാക്ക് പറയും എനിക്ക് ഫോൺ വേണ്ട, എനിക്കൊരു ടി വി മതിയെന്ന്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോണും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടി നമ്മളെ ടൈം അങ്ങോട്ട് പോകും. പക്ഷെ ഉമ്മമാൻ്റെ അങ്ങനെയല്ല. ഉമ്മമാക്ക് ഫുള്ള് ചടപ്പാണ്, ഒന്നുമില്ല കേൾക്കാനും പറയാനും. ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാനാണ് ഈ മുട്ടുവേനയും കാലുവേനൊക്കെ ആയിട്ട് അതങ്ങനെ പോയി ഇറങ്ങിയല്ലേ. ഞാൻ ഈ ബൈക്കുമേന്ന് ഗൈസ് പോണത്. ഇവര് അവിടുന്ന് നോക്കിയിട്ട് എന്നിട്ട് അവിടുന്ന് നമുക്ക് 2 വണ്ടി ഉണ്ടാവുമല്ലോ, അവിടുന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ റോട്ടുമൊക്കെ ഇറങ്ങിയാണ്ട് ഇങ്ങനെ നിൽക്കണം, ഓട്ടോറിക്ഷ കാത്ത് നിൽക്കുകയാണ്. അവിടെ നിൽക്കണേ ഇമ്മയും ഇതാക്കണം. ഇവിടെ പോസ്റ്റ് എങ്ങനെ എന്തിനും ഓട്ടോറിക്ഷ ഇപ്പോൾ വരുമല്ലോ. നടക്കുക എങ്ങോട്ട് മഴയെ പെയ്തിട്ട് നോക്കിയാ ഗൈസ്, മഴ പെയ്തിട്ട് ആകെ ചീഞ്ഞൊളിച്ചാണ് മഴ. എന്താ മഴ എന്തിങ്ങനെ വീണ് ഇങ്ങനെ തന്നെ മഴക്കാലം കഴിഞ്ഞില്ല ഇതിലായിട്ടും. ഈ മാസം പകുതിയുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ്, ചിങ്ങത്തിൽ ചിങ്ങാറും ചീച്ചലും അറിയില്ല നോക്കാൻ മറ്റേ കായ്. അത് മറ്റേ ഇതല്ലേ, എന്തോ ഇത് ആപ്പിൾ ചാമ്പക്കൻ്റെ വലിയ ഇതാക്കണം. ആപ്പിൾ ചാമ്പക്കൻ്റെ അത് പൂവാണത്. ആപ്പിൾ ചാമ്പക്കൻ്റെ അല്ലടാ, അതല്ലേ അതിലത്ത് കഴിഞ്ഞടിയോ? അതിനടുത്ത് തോന്നുന്നു വേറെ എന്തൊരു പൂവാണ് ഗൈസ്. ഉമ്മ അത് കണ്ടിട്ട് കോരി തെരിച്ചു പോയി. എന്തൊരു സാധനമാണ്, പാലപ്പൂവൊക്കെ ആയിരുന്നു ഗൈസ്. അങ്ങനെ അവസാനം നമ്മൾ ഓട്ടോറിക്ഷ വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഇവിടെ തിരിച്ചോളും, വേഗം കയറിക്കോളൂ കേട്ടോ. നീ നോക്കി കാണിക്കണ്ട. വേഗം തിരിച്ചോളൂ. ഗൈസ് നേരെ താത്താനോടെ പോകണം. താത്താനോടെ പോയിട്ട് ഈ സാധനം കൊടുക്കണം. അത് പോണേക്ക് ജസ്റ്റ് കൊടുത്താൽ പോരെ. അപ്പോൾ പോണേക്ക് എന്തൊരു പേപ്പറാണ്. ഇജ്ജ് ഇടയ്ക്കിടയ്ക്ക് നേരച്ചല്ലേ മമ്മ, നമുക്ക് ഞാൻ നേരഞ്ഞ് പോവല്ലോ ഓട്ടോറിക്ഷ കയറിയിട്ട്. കയറിക്കോളി ഏത് കയറിക്കോളി. അപ്പം നമ്മളിവിടെ വന്ന് എത്തി. ഇവിടെ വന്നപ്പോൾ ആക്കണം മുന്നേ ഇവിടെ എത്തിക്കണ്. മുന്നേ ഷൂട്ടിലാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇമ്മാൻ്റെ ഇതിനുള്ളിൽ കയറ്റി എടുത്തിക്കണ്. നമുക്ക് നേരെ എന്തായാലും ആളോട് ചെന്നാണ്ട് സംസാരിച്ച് നോക്കാം. വണ്ടികൾ കുറച്ചുണ്ട്, ഏതെടുക്കണേ തപ്പി നോക്കല്ലേ. നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കാരണം നമുക്കും അറിയില്ല എങ്ങനെ ഇതാക്കേണ്ടത്, നമുക്കും അറിയില്ല. അപ്പോൾ ഒന്ന് നോക്കി എടുക്കാം. മുന്നേ ഏതെടുക്കാം? എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ? ഏത് ഇതോ നോക്കി അടി തന്നതാണോ? എടാ സ്കൂട്ടിയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇമ്മാനും അമ്മാനും ഇതിനുള്ളിൽ കയറ്റിയാണ് എടുത്തത്. ഇവിടെ നിന്ന് പാളി നോക്കണ്ട. അപ്പുറത്തിന് വണ്ടികളുണ്ട്. മമ്മ 6 മൈക്കിലെ വണ്ടിയാണോ? ഏതാ വണ്ടി അറിയാം? എന്തേലും ഒരു ഉദാഹരണം. എല്ലാത്തിനും ഉണ്ടാവും ഓരോ കമ്പി. പിടിച്ചണ കമ്പിയല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് അത് വെക്കാൻ പറ്റും, അതെല്ലാ വണ്ടിക്കും വെക്കാൻ പറ്റും. ഇതുപോലത്തെ കമ്പി ഉള്ളത് അതാകുമ്പോ അതെല്ലാത്തിലും ഉണ്ട്. ഈ കമ്പി എന്തിനാണ് ബാക്കിലുള്ള ആൾക്കാർക്ക് പിടിച്ചാൻ വേണ്ടിട്ടാണ്. എല്ലാ വണ്ടിയിലും ഉണ്ട്. അമ്മമാക്ക് മോഡല് ഇതാക്കിയത് ആ വണ്ടി കൊണ്ടാണ് തുറക്കേണ്ടത്. ആ താക്കോലുകൊണ്ടാണ് തുറക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ തിരിച്ചിട്ടാണ് നമ്മള് വണ്ടി എടുക്കല്. അത്രക്കും വലിയ താക്കോല് ഇതിൽ കൂത്തി കയറ്റണം നമ്മള്. ശരിയാണ്. അത്ര പൊട്ടനോ ഒന്നല്ലേ നമ്മളെടുത്ത് നമുക്കൊരു 50,000 റുപ്യൻ്റെ ഉള്ളിലുള്ള വണ്ടി എടുക്കാം. ഏതെങ്കിലും ചെറിയ വണ്ടികൾ നോക്കി എടുക്കാം. അപ്പൊ ഉമ്മ നോക്കി അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 1.5 ലക്ഷത്തിന് മുകളിൽ 1 ലക്ഷത്തിന്റെ അടുത്തുണ്ട്.
ഇതിനോ നമ്മളെന്നെ പാടം വിട്ടിട്ടാണ് നമ്മൾ നോക്കണം. ഫസ്റ്റ് ഒരു 20 ഉറുപ്പിക കൊടുത്തിട്ട് ബാക്കി നമുക്ക് അടവിന് ഇടാന്ന് വിചാരിച്ചിട്ട്. വണ്ടിക്ക് പിന്നെ വണ്ടിക്കൊക്കെ നല്ല വിലല്ലേ ഇതൊക്കെ. അമ്മ ആലോചിച്ച് നോക്കിയാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഓടണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തൊക്കെ അപ്പൊ പഴയ വണ്ടിയല്ലേ, പുതിയല്ലോ. പഴയ വണ്ടി തന്നെയാണ്. പഴയെന്ന് പറഞ്ഞാൽ പഴയതെന്നല്ല, അതായത് ഓരോ ആൾക്കാര് അതായത് ഓരോ ആൾക്കാർ എടുക്കും. എന്നിട്ട് ഒരു 2-3-4 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലൊക്കെ ഓട്ടി നോക്കിയിട്ട് പിന്നെ ഒരു വേറെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു വിൽക്കണം. അങ്ങനത്തെ വണ്ടികളാണെന്നുള്ളൂ, അല്ലാതെ പഴയതെന്നല്ല, തുരുമ്പ് പിടിച്ച അങ്ങനത്തെ അല്ല. മനസ്സിലായോ? അങ്ങനെ. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നമ്മളെ വണ്ടിക്ക് എത്ര വയക്കുണ്ട്? നമ്മളെ വണ്ടിക്ക് എത്ര 2000 വണ്ടിക്കൊക്കെ നല്ല ബൈക്കുണ്ട്. 5 വർഷം ബൈക്കുണ്ട്. അതാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 കൊല്ലൊക്കെ ബൈക്കെല്ലാക്കി തരാം. നമ്മളെ തുണീന്റെ മുഖം ഇടരുമോ? ഏതാ കളർ എടുക്കുക? കറുപ്പോ? ഇതോ? ഇതിനൊക്കെ നല്ല റേറ്റ് നോക്കി. നിങ്ങൾ പറഞ്ഞ മറ്റേ 50ന്റെ ഗൈസ്, ഇതൊക്കെ നമ്മളെ റേറ്റിന് പാകത്തെയാണ്. മമ്മ ഇത് നോക്കി, ഇതൊക്കെ നമ്മളെ റേറ്റിന് പാകത്തെ വണ്ടിയാണ്. ഇതൊക്കെ നമ്മളെ റേറ്റിന് പാകത്തുണ്ട്. 58 ഉറുപ്പ്യ. ഇത് 18. ഇതൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ഇത് നോക്കി. ഇതുണ്ട്, ഇതൊക്കെയാണ് മൂപ്പരാൻ പറഞ്ഞ 50 ഉറുപ്പ്യൻ്റെ അടുത്ത് 50,000 ഉറുപ്പ്യക്ക് ആക്സസ് മതി എന്ന് പറഞ്ഞത്. ആക്സസ് ആണ് നല്ലതെന്ന് പറഞ്ഞത്. നമുക്കേ തൽക്കാലം നമുക്ക് പാകത്തിന് ഒരുങ്ങിയൊരു വണ്ടി എടുക്കാം. എന്ത് വണ്ടി കണ്ടിട്ട് അതിന്റെ പിന്നാലെ വണ്ടിക്കണേ. ഞാൻ കിട്ടി ആരോ പായണ്. അജ്മലിന്റെ കാക്കാൻ്റെ അടുത്ത് ഈ വണ്ടിയാണ്. വണ്ടി അവിടെ ഉണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഓനെ കയറ്റണ്ടെന്നാ പറയണേ. അല്ലെങ്കിൽ നമുക്കൊരു ബൈക്ക് എടുത്താലോ? ബൈക്ക് വേണ്ടോ? ബൈക്ക് നമുക്ക് പിന്നെ ഞാൻ പറയുമ്പോ ഞാൻ കാണിച്ചു തരാം വണ്ടി ഏതാണ് അല്ലേ ഉമ്മ. ഞാൻ പറയുമ്പോ ഇതെടുത്താ പോരെ? ഇതാവുമ്പോ ഉമ്മമാക്ക് ഉമ്മ ഇവിടെ ഇരിക്കാം. വേണ്ടായിട്ടാണ് ഇങ്ങനത്തെ വണ്ടി നമുക്ക് ഇല്ലേനി. ഇങ്ങനത്തെ വണ്ടി നമുക്കേ ആ ഫ്രണ്ടിൽ കണ്ട വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അത് എങ്ങനെയാണ് നോക്കിയോ ഗൈസ്? നമ്മൾ 2 വണ്ടിയാണ് ഇപ്പോൾ നോക്കിയത്. 2 ഒരേ കളർ തന്നെയാണ്. അത് ഈ ഒരു വ്യത്യാസമുണ്ട്. അതൊന്ന് ഓടിച്ചു നോക്കി നോക്കട്ടെ നമ്മൾ. ഇതിനാകെ 95,000 ഉള്ളൂ. ആകെ 95,000. 5 കൂടി ആയാലേ 5 മാടായി കഴിഞ്ഞാൽ 1 ലക്ഷം കറക്റ്റ്. പക്ഷേ നല്ല വൃത്തിയുണ്ടല്ലേ കാണാൻ വൃത്തിയുണ്ട്. കായ്ക്കൂണി വൃത്തിയാണ്ടേ? കായ്ക്കൂണി വൃത്തിയാണ്ടേ? പൈസക്കുള്ള വൃത്തിയൂണി വേണ്ടേ? അപ്പൊ നമ്മൾക്ക് കൊക്കിൽ ഒരുങ്ങി വാങ്ങുക. പിന്നെ നമുക്ക് നല്ല വാങ്ങും. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് പോകാനല്ലേ അല്ലേ? നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളെ കാര്യം നടക്കണം. ഇപ്പൊ നമ്മള് ഒരുങ്ങിയത് വാങ്ങാം. അത്രേ ഉള്ളൂ. നമുക്കിപ്പോ ഒരു കാർ എടുക്കണം തോന്നി പൂരി ഉണ്ടായിരുന്ന കാര്യമില്ലല്ലോ. പൈസ വേണ്ട. അതുമല്ല പിന്നെ കാർ ഓടിക്കാൻ അറിയും വേണ്ട. അതൊക്കെ അറിഞ്ഞോളൂ. കാർ കിട്ടി കഴിഞ്ഞാൽ പഠിച്ചോളൂ. ഇത് 2023 മോഡലാ. ഉണ്ടാവുമല്ലോ. 2023 മോഡലാണ്. നമ്മളിപ്പോൾ നോക്കി വെച്ചത് ഇതാണ്. ഇത് 2017. ഇത് രണ്ടാണ് ഇപ്പൊ നമ്മൾ നോക്കി വെച്ചത്. 2017 മോഡല്. എന്താണ് 17 അങ്ങനെയൊക്കെ ആവുമോ? എന്ത് 17? 5G ആ കൊല്ലത്തെ പറ്റൂല അറിയോ? ഇവിടെ അങ്ങനൊന്നും ഇല്ല. പിന്നെ ഇവിടെ 2003 വണ്ടികളൊക്കെ ഓടി നടക്കുന്നുണ്ട്. എന്തിനാ വെറുതെ വലിച്ചു ഒക്കെ പാടെ വലിച്ചു കൊടുത്തത്? എങ്ങനെ ഒക്കെ പാടെ എന്തിനാ? നമുക്ക് ഏതൊരു വണ്ടി എടുത്ത വരിയിലില്ല. ആണ് നോക്കി ഇതിന്റെ താക്കോലും തരി. ഇതിന് നിങ്ങൾ എത്ര പറഞ്ഞീന്? 17 മോഡല് 55 ഗൈസ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റാണ് അല്ലേ? നോക്കുക. കുഴപ്പമില്ലാത്ത ബഡ്ജറ്റാണ്. കുഴപ്പം തന്നെയാണ്. കുഴപ്പം ആർക്ക് കുഴപ്പം? ഞങ്ങൾക്ക് കുഴപ്പം. ഞങ്ങളെ നടക്കേണ്ടി.
പക്ഷേ ഇപ്രാവശ്യത്തെ പൈസ ഉമ്മാന്റെ ഇമ്മമാന്റെ വകയാണ്. കുടുംബശ്രീത്തെ എന്തിനാ പൈസയാണ്? എന്തിനാ കുടുംബശ്രീ അറിയാം? ഞാൻ ഇന്റെ പൈസ പെൻഷൻ പൈസയും പിന്നെ ഉമ്മാന്റെ കമ്മലിന്റെ പൈസയും. പക്ഷെ ആ കമ്മല് കഴിച്ച് നമ്മൾ അടുത്ത മാസം എടുത്തു കൊടുക്കും. നിന്ന് തിരിയാൻ വേണ്ടിട്ട് നമുക്ക് വേറെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആക്കിയത്. നമുക്കറിയില്ലല്ലോ ഈ പെട്ടെന്നാണ് ഈ വണ്ടിന്റെ കേസ് സംഭവിച്ചത്. വണ്ടി എടുക്കാൻ തന്നെ വിചാരിച്ചിട്ടില്ല. പെട്ടെന്നല്ലേ നിങ്ങളെ വണ്ടി ഓരോന്ന് ഉള്ളി പൊറുക്കേണ്ടി വന്ന്. എന്തായാലും ഗൈസ് ഇതൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഇറച്ചി വെച്ചാല് ഗൈസ് ഇമ്മ മെയിനായിട്ട് വണ്ടി കയറി ഇരുന്നിക്കണേ. ഓടിക്കാൻ അറിയൊന്നുമില്ല. ആദ്യം നമ്മളൊന്ന് ഓടിച്ചു നോക്കട്ടെ. സ്റ്റാൻഡ് ഇട്ടാനും അറിയില്ല വണ്ടിൻ്റെത്. മാറിക്കാം വലിയ ഇതായിട്ടാണ് കയറി ഇരുന്നിക്കണേ. ഗൈസ് എന്തായാലും ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. വേണ്ട കേറി പിടിച്ചിരുന്നു എവിടുക്കാൻ പോണ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് പറ്റുമോ? എന്നാ ഈ മൈക്ക് പിടിച്ചോ. അവിടെ നോട്ടെ അവനെ പിടിച്ചു നോട്ടെ മമ്മ. ഗൈസ് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് മമ്മാനെയും കൊണ്ടിട്ട്. പോയോക്കട്ടെ എന്തായാലും ഓല് പോയിട്ട് വരട്ടെ. ഉമ്മ അതാ ഉമ്മയുടെ എന്താ അവസ്ഥ? എങ്ങനെ ഇതും കൊണ്ട് അതിലോട്ട് പോട്ടെ. എന്തിന് ഇത് പടക്കട്ടെ കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ ആണല്ലോ. നമുക്ക് ആദ്യം വണ്ടി ഇതാക്കാം. ഗൈസ് 2 കുട്ടികളെ നോക്കി. ഇവിടെ എന്നാ എടാ പാടാ കുറേ വണ്ടിയാണ് വണ്ടി വരും. ഇത്രയും നേരം ഇവിടെ നോക്കിന്നിട്ട്. ഇവിടെ എന്നാ വീഡിയോസ് ആണല്ലോ നിങ്ങൾ ആണുണ്ടോ? എന്താ പേരെന്താ? എൻ്റെ പേരെന്താ? അമൽ ഷായോ? എന്തെങ്കിലും വീഡിയോ മടിയായിട്ട് വണ്ടിയത്? കുറവായിട്ട് വണ്ടിയതാ? വീഡിയോസ് ആണല്ലോ നിങ്ങൾ? എത്രയിലോ അടിച്ചിന്? 5-ലോ? ജോ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. അത്രേ ഉള്ളൂ ഗൈസ്. ആയിക്കോട്ടെന്നാ ഓക്കെടാ മമ്മ. എന്നിട്ട് വണ്ടി വരട്ടെ. വണ്ടി വന്നിട്ട് മക്ക് കളർ എന്താ പറ്റിയ അവസ്ഥ? ഇപ്പോഴത്തെ കളർ എന്താ അവസ്ഥ? നമ്മളെ അർഷുവിൻ്റെ അടുത്ത് ഇതേ കളറാണ്. ഇതേ സെയിം കളറാണ് അർഷുവിൻ്റെ അടുത്തില്ലേ. ഓക്കെ അല്ലേ? എന്തായാലും വരട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് ഓറ്റാനറിയാത്ത ഓറ്റാണ്ടല്ലോ. അതെ ഇങ്ങനെ വരുന്നുണ്ട്. എന്താ അവസ്ഥ മമ്മ? എങ്ങനെയുണ്ട് അതിന് വണ്ടി കയറിയപ്പോ? മറ്റേ വണ്ടി ഒരു സുഖം തോന്നുന്നു. നല്ലൊരു സുഖം. അത് സ്കൂട്ടി മറ്റേത് ഇറങ്ങാറാണ്. കുഴപ്പമൊന്നുമില്ല. മറ്റേ കൂടി ഒന്ന് ഓട്ടി നോക്കാം. ഞാൻ മന കൂടി വെച്ച് കൊണ്ടുപോകും. മന ഓടിച്ചു നോക്കാം. അതെ ഇനിയിപ്പോ നേരത്തെ മൂപ്പരാൻ പറഞ്ഞതാണ്. ഇത് തന്നെയത് 2017 മോഡലാണ്. നമ്മളിപ്പോ ഒന്ന് അത്യാവശ്യം കുറഞ്ഞൊന്ന് ഓടിച്ചു നോക്കി. ഇങ്ങനെ നമ്മൾ ഓടിക്കേണ്ടിയേ. ഇങ്ങനെ 2023 2023 മോഡൽ ഒന്നുണ്ട്. 2023 അത് ഇതല്ലേ ഇതും പാടൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഓട്ടാൻ എന്തായാലും തന്നെ ഇരിക്കാൻ സുഖം. 23 മോഡല്. ചാവിൻ ടൈമേ ഇതെമ്മേൻ്റെ ഓക്കെ. ആ കളർ അടിപൊളിയല്ലേടാ? ഇതോ ഇത് നല്ല രസമുണ്ട്. നല്ല മാറ്റ് കളർ. ഇത് മുമ്പ് കയറി ഹർഷുവിൻ്റെ അടുത്തത്തെ കളർ ഇതാണോ അതോ മറ്റേതാണോ? നമ്മൾ നേരത്തെ ഓൻ്റെ ആ കളറാണ്. ആ കളർ പോയി ഹെൽമെറ്റ് എടുത്തോ മമ്മ. ഞങ്ങളെന്നാ ഒന്നും പടം നോക്കി നേരത്തെ ഒന്നും മമ്മാനി കൊണ്ടാണ് പോയി. ഇനി മാനി കൊണ്ടൊന്നും പോയിട്ട് ഇപ്പോഴല്ലേ കൈസ് ഓടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതെ മമ്മ ഒരു പോയിട്ട് വരട്ടെന്നാ. ഓക്കെ പോയിട്ട് വരി. മറ്റേ എങ്ങനെയുണ്ട് മമ്മ? നേരത്തെ നിങ്ങൾ പോയത് എങ്ങനെയുണ്ട്? എന്താ അവസ്ഥ? കൂട്ടിയിട്ട് കൂട്ടിൻ്റെ മറ്റേ വണ്ടിയിലായിരിക്കല്ലോ ഇരിക്കാൻ സുഖമാണ്. ഇരിക്കാൻ സുഖം ഉണ്ടാവല്ലോ സ്കൂട്ടിമേ. മറ്റേ കയറാൻ ബുദ്ധിമുട്ടാക്കിയല്ലേ മമ്മക്ക് അല്ലേ?
എന്തായാലും ഓല് ഞാൻ പോയി ഒറ്റ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇതിപ്പോ വണ്ടി ഓടിച്ചിട്ടില്ല സുഖം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ, നമുക്കറിയില്ല. അത് നമുക്കറിയുള്ളൂ. ഇരുന്നിട്ടില്ലതല്ലേ നമുക്കറിയാം. എന്നാലും വേണ്ടില്ല, ഓട്ടാനൊരു സുഖം ഉണ്ടായാൽ മതി. ഓട്ടാണ് സുഖം, ഇരിക്കാന്. എടാ എന്താ അവസ്ഥ? ആണോ? കുത്തിക്കുലിക്കൊന്നുമില്ല. കുത്തിക്കുലിക്ക് ഉണ്ടാവില്ല. 2023 മോഡലാണേ. വെറും 2 വർഷമായിട്ട് ആവണല്ലോ ഉള്ളത്. ഇത് എടുക്കുകയാണെങ്കിൽ മെച്ചാണ്. മൊബൈലിന്റെ ചാർജർ എല്ലാ സാധനങ്ങളും ഉണ്ട്, കണ്ടില്ലേ? എല്ലാ ഇതും ഉണ്ട് അല്ലേ? പക്ഷെ അത്രക്കുള്ള പൈസ ഒന്നും ഇല്ലമ്മ. നമുക്ക് അധികം കൂടും വേണ്ട, അധികം കുറയും വേണ്ട. അത് സാധനം അടിപൊളിയാണ്. പക്ഷെ 95 ഉറുപ്പ്യ ഉണ്ട്. 95 ഉറുപ്പ്യ ഒന്നും ഇല്ല കാശ്. കയ്യിലില്ല ഞങ്ങൾക്ക് തോന്നുന്നു. ഉമ്മമാരുടെ കയ്യിലുണ്ട് ഈ കാശ്. ഉമ്മ തന്നീന് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എന്തായാലും കാശ് നോക്കി നോക്കട്ടെ ഉമ്മ. അല്ലെങ്കിൽ പിന്നെ വെള്ള സ്പെഷ്യൽ ആയിട്ട് ഒന്ന് കാണിച്ചു തന്നാലോ? അയ്യതാ ബ്ലാക്ക് 71 സിംഗിൾ ആർസി വെറും 36,000. ബ്ലാക്ക് കളർ 71 കാർബറേറ്റർ ആണ് കേട്ടോ, സെൻസർ അല്ല. ആണോ? എന്നാ കാശ് നിങ്ങൾ നേരത്തെ പറയണ്ടേ. ഫുൾ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ, അലോയിലത്ത് ഡിസ്ക് ബ്രേക്ക്, നിലമ്പൂർ രജിസ്ട്രേഷൻ, വെറും 36,000 ഓടിയ നിക്ലിംഗ് മിറർ കാര്യങ്ങൾ, സീറ്റ് കവർ ഒക്കെ ചെയ്ത വണ്ടി. നിലമ്പൂർ വണ്ടി ബ്ലാക്ക് ആണ്. നമ്മളെ സ്വന്തം നാട്ടിലത്തെ വണ്ടി തന്നെയാണ്. റയർ പീസ് വണ്ടിയാണ്, ബ്ലാക്ക് ആണ്. കളർ അടിപൊളി. ഇത് സീറ്റൊക്കെ കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട്. എങ്ങനെ സീറ്റ് നല്ല വലിപ്പം. സീറ്റൊക്കെ എല്ലാത്തിനും സെയിം. 2019 മോഡൽ നല്ല പക്കാ ഓ ചെയ്തത്. അതും കൂടി ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തോ. ഇതിനെത്ര റേറ്റും അത് പ്രൈസിന്റെ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ആദ്യം ഇതൊന്ന് ഓട്ടി നോക്കാം. എന്താ കുഴപ്പമില്ലേ? ബ്ലാക്ക് കുഴപ്പമില്ലല്ലോ. കറുപ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കറുപ്പ് കുറെ കഴിയുമ്പോൾ നിരക്കോ? കണ്ടിട്ട് തിരക്കെല്ലാം തോന്നുന്നുണ്ട്. എങ്ങനെ വണ്ടിന്റെ പൊങ്ങൊക്കെ അല്ലേ അറിയുള്ളൂ. പക്ഷേടാ കറുപ്പായിട്ട് നിരക്കോന്ന് എനിക്ക് ഉണ്ടോ? എന്തായാലും ആ വണ്ടി മാടെ ഓടിച്ചു നോക്കാം. ഇതാരുടെ ഹെൽമെറ്റ്? ആ ഇതിപ്പോ തരാം. ഇത് ഓടിച്ചു നോക്കണേ. നമുക്ക് കയറി. ഈ ഒരു മോഡലും കൂടി ഉണ്ട്. ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടി നോക്കട്ടെ. ഇമ്മ ആ കറുപ്പ് എന്താ അവസ്ഥ? എങ്ങനെ കറുപ്പല്ല പറ്റിയോ? അതിന്റെ വിലയും കൂടി അത് ചോദിച്ചോണം. വില നമ്മൾ ചോദിച്ചു നോക്കിയിട്ടില്ലല്ലോ. സാധനം നോക്കി വില ചോദിച്ചിട്ടില്ല. ഇനി വില നോക്കണം. ബാങ്ക് കൊടുക്കണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു കളറും കൂടിയാണ് നോക്കിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ നേരത്തെ നോക്കിയ സിൽവർ അല്ലെങ്കിൽ ഇത് നോക്കാനാണ് ഉദ്ദേശിക്കണേ. അറിയില്ല എന്താ ഓട്ടൻ എന്താ അവസ്ഥ? ഇതിന് കുഴപ്പമൊന്നുമില്ല, സെറ്റാ. ഇതും നമ്മൾ പിന്നെ ഫസ്റ്റ് ഓടിച്ചില്ലേ, അതും വലിയ കുഴപ്പമില്ല. ഇഞ്ചൊന്ന് ഓടിച്ചോക്ക്. അത് ഓട്ടി നോക്കാം. അത് ഞാൻ പ്രൈസിൻ്റെ കാര്യം കൂടി ഒന്ന് ചോദിച്ചു നോക്കി. ഹലോ, വീഡിയോ ആണല്ലോ ആണോ? സബ്സ്ക്രൈബേഴ്സ് എന്താണ് ഓലെ വീഡിയോയിൽ കാട്ടണമെന്ന്. ആണോ? കാട്ടണം എന്നിട്ട് അങ്ങോട്ട് പോകണം. പേര് ബാ. എന്താ പേരെന്താ? പഠിച്ച എത്ര വീഡിയോസ് ആണല്ലേ? സെറ്റല്ലേ ഗൈസ്? നമുക്ക് വീഡിയോസ് ഒക്കെ കാണാൻ ആൾക്കാരുണ്ട് കേട്ടോ. പടി പ്രൈസ് എന്താ? അതിന് എത്ര റേറ്റും പാടെ പറയും. ആ ബ്ലാക്കിനും പാടെ എത്ര റേറ്റ് വെച്ചിട്ട് ആ കറുപ്പിന് എത്ര ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം. അങ്ങനെ വണ്ടീൻ്റെ പേപ്പർ വർക്കൊക്കെ വാങ്ങിക്കണേ. പേപ്പർ സാധനങ്ങളൊക്കെ ഈ ആഴ്ച നമുക്ക് വണ്ടി കാണാം. നമ്മൾ ആ ബ്ലാക്കിനെ ഉറപ്പിച്ചിട്ടോ, കാരണം നമുക്ക് കുഴപ്പമില്ല. എടാ ആ വല്ലാതെ കൂടിയിട്ടുമില്ല, എന്നാലും കുറഞ്ഞിട്ടുമില്ല. 65 റേറ്റിനല്ലേ. അങ്ങനെ അവസാനം നമ്മൾ വണ്ടി എടുത്തുട്ടോ. നമ്മളൊരു സാധനത്തിൽ ഉറപ്പിച്ചു. ബ്ലാക്ക് ആക്സസ് ചാവി കൊടുക്കൽ ചടങ്ങാണ്. മമ്മ നോക്കൂലേ? ആരെ മൂപ്പരാരല്ല, വണ്ടി വണ്ടി എപ്പോഴും നോക്കൂ. നല്ലൊരു അടിപൊളി വണ്ടീനെ കിട്ടിട്ട് നമുക്ക്. ഉമ്മക്ക് ഓടിക്കാറില്ല, ഉമ്മക്ക് ഓടിക്കാറില്ല.
ഇനി കാഴ്ച നമുക്ക് നേരെ ഒരു ടി വിയും പാടെ വേണം. ഉമ്മമാക്ക് വണ്ടി ഒന്നുമല്ല കാഴ്ച ഹൈലൈറ്റ്, നമുക്ക് ടി വി ആണല്ലേ. വണ്ടിയും വേണം വണ്ടിയും വേണം ടിവിയും വേണം. ഈ കാഴ്ച അടുത്ത് നമുക്ക് ടി വി ആണ്. നമ്മൾ ഇറങ്ങി ആയിക്കോട്ടെ. ഓക്കെ ശരി. ഞങ്ങൾക്ക് വേണ്ടി ഞായറാഴ്ച തുറന്നു നമ്മൾ നേരെ പോയി നോക്കട്ടെ. അവിടുന്ന് എടുത്തുക്കണം എന്നാ. ഓക്കെ ശരി. ഇത് നമ്മളെ നാട്ടിൽ തന്നെ ഷോപ്പാണ് മലബാർ മോട്ടോഴ്സ്. അതായത് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് അല്ലേ. പഠിച്ചോളി, എന്നും പഠിച്ചണം, എന്നിട്ടൊക്കെ എന്തേലൊക്കെ ആകണേ കേട്ടോ. അല്ലാതെ ഇങ്ങനെ കാര്യമുണ്ട് കാര്യമില്ല. നമ്മള് കരുതിയ ആക്സസ് തന്നെ കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ വല്യമ്മ? നമ്മളെ ഹെൽമെറ്റ് സെറ്റ് ആയി. ഓക്കെ അല്ലേ? നമുക്ക് നേരെ തെറച്ചാലോ, നേരെ പോവല്ലേ? അങ്ങനെ ഗൈസ് ആറ്റ് നോക്കി ഇല്ലേ മമ്മ, നമ്മളൊരു സ്കൂട്ടി എടുത്തു. ഇനിയിപ്പോ നമുക്ക് എങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ആരോടും ചോദിച്ചിട്ടുണ്ടല്ലേ. എത്ര കാലം കൊണ്ട് പൂജിച്ചൊരു ബൈക്കൊന്നും പോകാന്ന് വെച്ചാല് നിങ്ങളൊന്നും തരുമോ? നിങ്ങൾ ഇറങ്ങാറാവില്ല. അത് കാണുമ്പോൾ സങ്കടം ആണ്. ഇത് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഗൈസ് എങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിലും ഒരു ഇതുമില്ലല്ലോ അല്ലേ. നമുക്ക് ആ വണ്ടി നീ ഇമ്മാനൊന്ന് പേടിച്ചാൽ മതി. നമുക്ക് ഇമ്മാനെയാണ് പേടി, അത് തള്ളി താഴത്തിക്കിടുവന്ന്. എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണ്ട. അതിമ്മ കമ്പി ഉണ്ടല്ലോ, അപ്പൊ ബൂണാലും വലിയ പ്രശ്നമല്ല അല്ലേ. നേരെ ഷോപ്പിനെ അങ്ങോട്ട് കേട്ടോ, നേരെ അങ്ങോട്ട് ഷോപ്പിനെ അങ്ങോട്ട് ഗൈസ്. അങ്ങനെ നമ്മളൊരു ചെറിയ ടീമാണ് എടുക്കണേ. ഇത് വലിപ്പം മാത്രമേ ഉള്ളൂ ഗൈസ്, കുറഞ്ഞ പ്രൈസ് ആണ്. നമുക്ക് ഓഫറിൽ കിട്ടിയാണ് 8 സംതിങ് ഉള്ളൂ. എന്തായാലും 10 രൂപയുടെ ഉള്ളിൽ നമ്മൾ എടുക്കാൻ വിചാരിച്ചേ. അപ്പൊ കുറച്ച് വലുതായിക്കോട്ടെ അല്ലേ. നമ്മളെ വ്ളോഗിനെ നമുക്ക് വലിയ സ്ക്രീനിൽ കാണാം. അതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇറങ്ങിയൊക്കെ ചൂടുകാറ് നമ്മള് പോവാ. ഇമ്മമാന്റെ സ്വപ്നം ടി വി ആണ്. അതെങ്ങനെ അതും നമുക്ക് നേരെ പെരിക്ക് പോയാ. ഞങ്ങളിപ്പോ പെരിയിലെത്തി, വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് വരാൻ നിക്കാണ് കേട്ടോ. നല്ലൊരു മഴ പെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെ ടി വി വെക്കണം കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല സൈസിന്റെ ടി വി ആട്ടോ. അതായത് ഞങ്ങൾ 32 ഇഞ്ച് എടുക്കാനാണ് വിചാരിച്ചിരുന്നത്. ഇത് 43 ഇഞ്ചാണ്. ഒന്നും പാടെ വലിയ സ്ക്രീനിൽ കാണാൻ കരുതി. അത് നമ്മൾ 10 റുപ്യേന്റെ വിചാരിച്ചിട്ടുള്ളൂ. 10 റുപ്യേന്റെ ഉള്ളിൽ തന്നെ കിട്ടുകയും ചെയ്തു അല്ലേ. ഓഫറിൽ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എടുത്താണ്. 8 സംതിങ്ങിന് കിട്ടുകയും ചെയ്തു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ടി വി വെച്ച് കഴിഞ്ഞത് ഇവിടെ നമ്മളൊരു ഇരുമ്പിന്റെ ഒരു പലചട്ട പോലത്തെ ഒരു ചട്ട ഉണ്ടായിനി. അതിപ്പോ ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോ വിചാരിക്കണം ഇപ്പൊ തൽക്കാലത്തിന് ഇതും അങ്ങനെ വെക്കാനോ. അത് പ്ലാസ്റ്റിക്കിന്റെ അല്ലേ. നോക്കി നോക്കട്ടെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മൾ ഇതും അങ്ങനെ നിർത്തി നോക്കട്ടെ. ഇനിയിപ്പോ ഇവിടെ ആ മൂലക്കൊക്കെ അങ്ങനെ ടി വി വെക്കാനാണ്. ചോറ് തിന്നാനാണ് ഇപ്പൊ നമ്മൾ എന്താ കാട്ടുന്ന ആലോചിക്കണത്. വേറെ എന്തെങ്കിലും എന്തായാലും മാറ്റി വെക്കേണ്ടി വരും അല്ലേ. കുത്തി നോക്ക്, സാധനം ഓണാവുണ്ട് നോക്ക്. ഇവിടുത്തെ വന്ന ടൈമില് തട്ടിമുട്ടിയൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ നമുക്ക് കെട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നോക്കി നോക്കാം. ഈ ചുമ ഇതുമ്മ ജനൽമ നമ്മൾ ആണിക്ക് അടിച്ചിട്ട് സെറ്റ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. ഓണാവോ? കണ്ടുണ്ടല്ലോ. ഓണായോ? വലിയ ബ്രാൻഡ് നല്ല സാധാ ഒരു ടി വി. ഓണായി. വല്യമ്മക്ക് കാണാൻ സീരിയൽ കാണാനും ഇതാക്കാൻ ഒരു ടി വി അല്ലേ. സീരിയലിലാരും പോട്ടെ, വേറെ വീഡിയോ ഒക്കെ കാണാൻ കാണല്ലേ. അതൊക്കെ തന്നെ. ഇന്നിപ്പോ 2 കാര്യം നടന്നു. എന്തൊക്കെയാ അമ്മ? ഇന്നിപ്പോ വണ്ടി ഇട്ടു, ടി വി വാങ്ങി. ടി വി ആയി. വണ്ടിയായി ടി വി അല്ലേ അമ്മ? ഹാപ്പി വല്യമ്മക്ക് ഹാപ്പി. നമ്മൾ ടി വി ഓണായി വന്നിട്ടുണ്ട് കേട്ടോ. വലിയ ടി വി അല്ലേടാ, നല്ല വലിയ സ്ക്രീനാണ്. അതാവുമ്പോ എന്താ പറയാ, നമുക്ക് അമ്മമാർക്ക് വാർത്തയൊക്കെ നല്ല വലുതായി കാണാം. നമ്മള് വലുതെടുക്കാനല്ല പോയത്, പക്ഷെ വലുത് കിട്ടിയപ്പോ അങ്ങനെ വാങ്ങിയതാ. ഇത് 2 ആയാലേ അങ്ങനത്തെ ഏകദേശം മറ്റേന്റെ ഒരേ എട്ടിമയുടെ വലിപ്പമുള്ള വായിക്കണ്ടില്ലേ ഒരു വലിയ ടി വിയിലെ. മറ്റേ 32 ഇഞ്ചല്ലേ, 43 ഇഞ്ചിന്റെ. അപ്പൊ ഗൈസ് നമ്മളൊരു ചെറിയ വീഡിയോ ആണ്. നമ്മള് അങ്ങനെ ഒരു വണ്ടി എടുത്തു, പിന്നെ അതേപോലെ തന്നെ ഒരു ടി വി എടുത്തു അല്ലേ. ഇനിയിപ്പോ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. എന്നാ അമ്മമ്മ എല്ലാവരും നമ്മളെ എല്ലാരും ഇങ്ങനെ കുറ്റം പറയണ്ടേ. എന്താണ് സംഭവം എന്ന് നമുക്കും അറിയില്ല. എത്ര ഇമ്മാക്കാണ് ഇഷ്ടംപോലെ കുറ്റം പറച്ചില്. എന്താണ് അതെല്ലാരും പറയണ ഞാൻ അറിഞ്ഞുകൊണ്ട് കാര്യാണെന്ന്. അതല്ല, എനിക്കറിയില്ല കാശ്. ഉമ്മാനെ എല്ലാരും കടന്ന് കുറ്റം പറയുന്നുണ്ട്. ഇനിയിപ്പോ ഉമ്മാനെ അറിയുന്ന ആൾക്കാരാണെന്ന് അറിയില്ല. ഒരു റംലാറിന ആളാണ് കൂടുതലും
അത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ റംലത്താത്താരെ ഉമ്മാനെ ശരിക്കും അറിയാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് അങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നുണ്ട്. എനിക്കറിയണ ഞാൻ അറിയണ ആകെ എന്തെങ്കിലും വല്ല വൈരാഗ്യം ഉണ്ടാവുമല്ലോ അമ്മല്. അത് നമുക്കറിയില്ല. നല്ലോണം കുറ്റം പറയണ്ട കമന്റ് ബോക്സിൽ വന്നിട്ട്. എന്താ കാരണമാവോ? ഗായ്സ് നമുക്ക് വീഡിയോ ഇടാൻ ഇത്രയും ദിവസം നല്ല ഒരു രസമാണ് ഇങ്ങനെ വീഡിയോ എടുത്തിടാൻ വേണ്ടിട്ട്. ഈ നെഗറ്റീവ് കമന്റ് വന്നോടെ ആകെ നമുക്കൊരു എന്താ എന്താ പറയാ പറയാ ചെയ്യാന്നറിയില്ല. ഇടിനീന് ഒരു തൃപ്തി കിട്ടണില്ല. ആരാ തല്ലണെന്നൊക്കെ ചോദിച്ചതാണ്. ആ എനിക്കറിയില്ല. ദേഷ്യം വന്നപ്പോ ആ പണി കാട്ടി ആരായിരുന്നു അത് തച്ചു സത്യമായിട്ട് ഞാൻ ഇവര് പ്രാങ്ക് എടുത്താണ്. അത് എനിക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് അതിപ്പോ ആരായാലും അങ്ങനെയൊക്കെ നമ്മള് അത്രക്ക് ഇതിൽ കൊണ്ടു നടക്കണ അത് ഗായ്സ് ഉമ്മ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഉമ്മ അത്ര അങ്ങോട്ട് ഓവർ ആക്കണ്ടില്ല. നീ അത് കുറച്ച് ഓവർ തന്നെയാണ്. അപ്പത്തെ സാഹചര്യം അതാണ് ഇഞ്ചത്. പിന്നെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ് ഉമ്മാൻ്റെത്. ഞാൻ പിന്നെ ആ വീഡിയോ തുടങ്ങിയപ്പോ നിങ്ങളോട് പറഞ്ഞു ആ കോഴി സാധാ കോഴിക്കളെ വായിക്കല്ല എന്ന് ഞാൻ ഞങ്ങളോട് പറഞ്ഞും ചെയ്തിന്. പക്ഷെ ഞാൻ കരുതിനെ തല്ലും എനിക്ക് ചീത്തട്ടുന്നാണ്. ഇങ്ങനെ കരഞ്ഞാക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കുറച്ചേരം കരഞ്ഞിങ്ങനെ ആവും വിചാരിച്ചിനി. അല്ല ഇങ്ങനെ ആക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇനി അമ്മ എല്ലാവരും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അമ്മ എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാരും വീഡിയോ ഞാൻ കാണി കുറ്റം പറഞ്ഞും ചെയ്തോളി. അല്ലാ പന്താട്ടാ പോലെ പറഞ്ഞോട്ടെ. കുറ്റുള്ളത് അത് നിങ്ങളെ അവകാശം തന്നെയാണ്. കുറ്റമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ കുറ്റമുള്ള കാര്യം ചെയ്യും. പറഞ്ഞാലല്ലേ നമുക്ക് അറിയുള്ളൂ ഇന്ന കുറ്റാണെന്ന്. ഇതിപ്പോ കൽപ്പിച്ചോട്ടി പറഞ്ഞ ചെയ്തതല്ല. ഓർക്ക് അങ്ങനെ തോന്നിയതാണ്. ഓളെ സ്വഭാവം അങ്ങനെ, ഓളെ കരച്ചലോ ഓളെന്തും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിപ്പോ. ഉമ്മ ഒരു സാധനത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിട്ടുപോയി കഴിഞ്ഞാൽ അമ്മക്ക് ഭയങ്കര അടങ്ങാറാണ്. പിന്നെ ഉണ്ടല്ലേ കഴിച്ച് നമുക്ക് ഓരോരുത്തരുടെ മുഖം കണ്ടു കഴിഞ്ഞാല് ഇങ്ങനെ തോന്നുമല്ലോ. ഒരു നമ്മള് പ്രത്യേകിച്ച് ഒന്നും കാട്ടിയൊന്നും കാണൂല. എന്നാലും നമുക്ക് ഓരോ കണ്ണി കണ്ടാൽ പറ്റൂല. ഒരു കുയിന്തും ഒരു കുശുമ്പൊക്കെ ഉള്ള മായിക്കാണ്. അതേപോലെയാണ് ഉമ്മാന്റെ മുഖം കണ്ടു കഴിഞ്ഞാലില്ലേ. എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഉമ്മാനെ തന്നെ എല്ലാരും ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത് തോന്നുന്നുണ്ട്. എന്തായാലും കഴിച്ച് നമുക്ക് കുഴപ്പമില്ല. എന്തായാലും സപ്പോർട്ട് കൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പൊ ഒരു വലിയ ടി വി വാങ്ങാൻ പറ്റി, അല്ല ഒരു സ്കൂട്ടി വാങ്ങാൻ പറ്റി അല്ലേ. നമ്മള് അടവിനാണെന്ന് പറഞ്ഞു. അടവിനാണ് ഇത് പിന്നെ കായ്ക്കാൻ. ഇത് നമ്മള് റെഡി ചെയ്യാൻ കൊടുത്തെടുത്ത് നമ്മ എല്ലാവരോടും അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാൻ പറയും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മ കുറ്റം പറഞ്ഞവർക്ക് എല്ലാവർക്കും എല്ലാരും വീഡിയോ കാണി സപ്പോർട്ട് ചെയ്യ്, ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്. കുറ്റം ഉണ്ടെങ്കിൽ കുറ്റം പറഞ്ഞോളി, ശരിയാണെങ്കിൽ ശരി കിട്ടോളി. ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.